ഹലോ ഗായ്സ്, വെൽക്കം ടു ഷാപ്പാട്. അപ്പോൾ നമുക്കിന്ന് നല്ല കല്ലുമ്മക്കായി കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാ വെക്കുന്നത് നോക്കാം. നമ്മൾ കുറച്ച് നന്നായിട്ട് വൃത്തിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചു. അപ്പം അതിലെ അഴുക്കൊക്കെ പോകുന്നതാണ് പറയുന്നത്. അങ്ങനെ ആ വെള്ളം മാറ്റി നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഒന്നുകൂടി നല്ലോണം തിളപ്പിച്ച് ഇങ്ങനെ നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് വരുമ്പോൾ അതിങ്ങനെ പതുക്കെ വിടർന്ന് വരുന്ന കാണാം. അപ്പോൾ അതിങ്ങനെ വിടർന്ന് വരുമ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് അഴുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അഴുക്കുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് വയറ്റി പോയി കഴിഞ്ഞാൽ പലർക്കും വയറുവേദനയൊക്കെ വരും. അപ്പോൾ ആ അഴുക്ക് നമ്മൾ പ്രത്യേകം ക്ലീൻ ചെയ്ത് മാറ്റുക. ഓക്കെ, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് എന്നുള്ളത്. ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കറിവേപ്പില. നോർമലി നമ്മൾ എല്ലാ കുക്ക് ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിൽ സവോള നമ്മൾ വഴറ്റിയെടുക്കാൻ പോവാണ്. അപ്പം അങ്ങനെ ഉള്ളി പതുക്കെ വഴണ്ടി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം വഴണ്ട് വരണം. അതിലേക്ക് ലേശം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും വെക്കുന്നത്. ഇന്നിങ്ങനെ വരുമ്പം കല്ലുമ്മക്കായി കണ്ടപ്പോൾ നമുക്കൊരു ആഗ്രഹം. അപ്പം നമ്മൾ ആ ഉള്ളിയിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി കൂടി ഇട്ടിട്ടുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു സാധനമായിരുന്നു കല്ലുമ്മക്കായി. അപ്പം അത് തിന്നണമെന്നൊരാഗ്രഹം. ഈ കോഴിക്കോടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് പൊരിച്ച സാധനം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കതിലേക്ക് കല്ലുമ്മക്കായി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിലവിൽ ചെറിയൊരു വേവ് വെന്തതാണ്. ഓക്കെ, അതിലേക്ക് നമുക്ക് കുറച്ച് നേരം കൂടി വേവാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അത്യാവശ്യത്തിന് വെള്ളം നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള സ്റ്റോക്ക് വാട്ടർ തന്നെ നമുക്കതിലേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ മണം ഇങ്ങനെ വരുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. ഈ കല്ലുമ്മക്കായി ഉള്ള ദിവസം പണ്ട് ചോറ് തികയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ മണം ഇങ്ങനെ മൂക്കിലേക്ക് കയറുമ്പം സംഗതി വായിൽ വെള്ളം ഊറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ സാധനം ഫൈനൽ ആ ഒരു ഫ്ലേവറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പിന്നെ ഞങ്ങൾ പണ്ട് മുതൽ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇത് നമുക്ക് കല്ലുമ്മക്കായൊക്കെ മാറ്റിയതിന് ശേഷം അതിൽ ആ എണ്ണയും ആ മസാലയും ഒക്കെ ഇങ്ങനെ കിടക്കുന്നതിലേക്ക് പണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് ഇട്ട് ഇതുപോലെയല്ല, കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ ഉരുള ചോറ് തരുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അത് ഇങ്ങനെ ഓർമ്മ വന്നപ്പം ഞാൻ എൻ്റെ പിള്ളേർക്ക് കുറച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അടിപൊളിയാണിത്. ഓക്കെ, അപ്പം വേറൊരു കുക്കിംഗ് വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.